റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതിയിൽ ഇന്ന് 4 മണിക്ക് അന്തിമ വാദം നടക്കും. ബലാത്സംഗ കേസിൽ വേടന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു. കൂടുതൽ രേഖകൾ ഹാജരാക്കാനുണ്ടെന്ന് പരാതിക്കാരി അറിയിച്ചതോടെയാണ് കോടതി ഇതിനുള്ള സമയം നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതിയാണ് വേടൻ നിഷേധിക്കുന്നത്. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, തെളിവുകൾ ഹാജരാക്കാനുണ്ട് എന്നാണ് 2 തവണയും പരാതിക്കാരി യുവ ഡോക്ടർ പറഞ്ഞത്. ആ തെളിവുകൾ ഇന്ന് ഹാജരാക്കണം. ഇത് അവസാന തീയതിയല്ലേ? ആര്യ, ഇനിയൊരു അവസരം പരാതിക്കാരിക്ക് ഉണ്ടായിരിക്കില്ല. നേരത്തെ തന്നെ അക്കാര്യം കോടതി വ്യക്തമാക്കിയതാണ്. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ ബുധനാഴ്ചയിലേക്ക് ഹർജി മാറ്റണമെന്നായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ ഹൈക്കോടതി അത് അനുവദിച്ചില്ല. ഇന്ന് വാദം കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കിയായിരുന്നു. ഇന്ന് വൈകിട്ട് 4 മണിക്കായിരിക്കും അന്തിമ വാദം നടക്കുക. അപ്പോൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, രേഖാമൂലമുള്ള കാര്യങ്ങൾ നൽകാനുണ്ട് എങ്കിൽ പരാതിക്കാരിക്ക് കോടതിയെ ഹാജരാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഹൈക്കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം, നിയമപരമല്ലാത്ത വാദങ്ങൾ ഉന്നയിക്കരുത് എന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ കോടതി നൽകിയിട്ടുണ്ട്. അതായത് ഒരു തെളിവ് മൂല്യം ഇല്ലാത്ത കാര്യങ്ങളുമായി കോടതിക്ക് മുന്നിലേക്ക് വരരുത്. മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള വാദങ്ങളും കോടതിയിൽ ആവശ്യമില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് എന്തായിരിക്കും പുതിയ വിവരങ്ങൾ അവർ ഹാജരാക്കാൻ പോകുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും 4 മണി മുതൽ ഇതിൽ വിശദമായ വാദം കേൾക്കാനാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ കൊണ്ട് അതിലെ വാദം പൂർത്തിയാക്കുക എന്നത് തന്നെയാണ് കോടതി ഉദ്ദേശിക്കുന്നത്. എന്തായാലും വേടനെ സംബന്ധിച്ചിടത്തോളം ഇടക്കാല ഉത്തരവ് കിട്ടിയിട്ടുണ്ട്, അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. വേടന് മുൻകൂർ ജാമ്യം നൽകുമോ അതോ ആ ജാമ്യം നിഷേധിക്കുമോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.